മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ്. കൊച്ചി എളമക്കര വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഏറെ നാളായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കപ്പെട്ട, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കപ്പെട്ട ഒരു പേരായിരുന്നു അമ്മയുടെ പേര്, ശാന്തകുമാരി അമ്മ. ഉച്ചയോടുകൂടിയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മരണം സംഭവിച്ചത്. ഇപ്പോൾ എളമക്കരയിലെ ശ്രീ ഗണേഷ് എന്ന വീട്ടിൽ മോഹൻലാൽ അടക്കമുള്ളവരുണ്ട്. ഈ വാർത്തയറിഞ്ഞ് നിരവധി പേർ, സിനിമാ രംഗത്തെ അടക്കമുള്ളവർ ഈ എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടിയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നേരത്തെ പ്രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ശാന്തകുമാരി ചികിത്സയിൽ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10-12 വർഷത്തോളമായി ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പറഞ്ഞതുപോലെ വലിയ കരുത്തായിരുന്നു അമ്മ ശാന്തകുമാരി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ ആ പുരസ്കാരം വിവരവും കിട്ടിയത് വിവരം പറയാൻ അദ്ദേഹം വരുന്നു. അതിനുശേഷം ആ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം ആദ്യം കാണാൻ വരുന്നതും അമ്മയൊക്കെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും കരുത്തായ സ്ത്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മ തന്നെയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സഹോദരന്റെ വേർപാട്, അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വേർപാട്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദന നൽകുന്ന ഒരു നിമിഷമാണിത്. അദ്ദേഹം ഈ എളമക്കരയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ഈ മോഹൻലാലിന്റെ എളമക്കരയിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും.